ദുര്യോധന ക്ഷേത്രം ഉണ്ടായ കഥ അറിയാമോ? കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പോരുവഴി എന്ന പ്രശാന്തമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇന്ത്യയിലെ മറ്റേതൊരു ക്ഷേത്രത്തെയും പോലെയല്ല. ഈ ക്ഷേത്രം നീതിക്ക് പേരുകേട്ട ഒരു ദേവനെ ബഹുമാനിക്കുന്നില്ല. പകരം മഹാഭാരതത്തിലെ വിവാദ രാജകുമാരനായ ദുര്യോധനൻ സമർപ്പിക്കപ്പെട്ടതാണ്. പാണ്ഡവരുടെ വനവാസകാലത്താണ് കഥ തുടങ്ങുന്നത്. ദുര്യോധനൻ തന്റെ എതിരാളികൾക്കു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ പോരുവഴി പ്രദേശത്തെത്തി. എന്നിരുന്നാലും തന്റെ പിന്തുടരൽ തുടരുന്നതിനു പകരം അടിസ്ഥാന ആവശ്യങ്ങളുമായി മല്ലിടുന്ന പ്രാദേശിക ഗ്രാമീണരെ അദ്ദേഹം കണ്ടുമുട്ടി. അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിൽ ദുര്യോധനന്റെ അനുകമ്പയുള്ള വശം തെളിഞ്ഞുവന്നു. അദ്ദേഹം പ്രദേശവാസികൾക്ക് ഭക്ഷണവും വെള്ളവും സഹായവും നൽകി അവരുടെ ഹൃദയത്തിൽ ശാശ്വതമായ മുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ സ്മരണയെ ബഹുമാനിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. കാലക്രമേണ അവർ ദുര്യോധനൻ ഒരു ക്ഷേത്രം പണിതു വിഗ്രഹങ്ങളുള്ള ഒരു സാധാരണ ആരാധനാലയമായിട്ടല്ല, മറിച്ച് ആളുകൾക്ക് അവന്റെ സദ്ഗുണങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയുന്ന ഒരു ലളിതമായ ഉയർന്ന വേദിയായി. ഇതിഹാസത്തിലെ ഒരു എതിരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടായിരുന്നിട്ടും ഈ തീരുമാനം അദ്ദേഹത്തിന്റെ ദയാപ്രവൃത്തികളോടുള്ള സമൂഹത്തിന്റെ ബഹുമാനത്തെ പ്രതിഫലിപ്പിച്ചു. പല പരമ്പരാഗത ആചാരങ്ങളും ലംഘിച്ചാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. അതിന് ശ്രീകോവിലില്ല, വിഗ്രഹമില്ല, ബ്രാഹ്മൺ പുരോഹിതന്മാരില്ല. പകരം ഇത് നിയന്ത്രിക്കുന്നത് പ്രാദേശിക കർഷകരാണ്. ദുര്യോധനനുള്ള വഴിപാടുകൾ ക്ഷേത്രം പോലെ തന്നെ അദ്വിതീയമാണ്. കള്ള്, വെറ്റില, അർക്കപ്പരിപ്പ് ഇവ ഭരണാധികാരിയും അവന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു. എല്ലാ വർഷവും മാർച്ചിൽ മലനക്കെട്ടുകാഴ്ച മഹോത്സവത്തിൽ ക്ഷേത്രം സജീവമാകുന്നു. അലങ്കാരരഥങ്ങൾ, ആനഘോഷയാത്രകൾ, കോലം തുള്ളൽ പോലുള്ള ചടുലമായ നാടോടി പ്രകടനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പരിപാടി ഐക്യത്തിന്റെയും ആഘോഷത്തിന്റെയും കാഴ്ചയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ രാത്രി ആകാശം കരിമരുന്ന് പ്രയോഗങ്ങളാൽ പ്രകാശിക്കുന്നു. മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പോരുവഴി മലന ദുര്യോധന ക്ഷേത്രം വിഗ്രഹാരാധനയെക്കുറിച്ചല്ല, മൂല്യങ്ങളെയും ഓർമ്മകളെയും ന്യൂനതകൾ ഉണ്ടെങ്കിലും മാനവികതയും നേതൃപാടവവും പ്രകടിപ്പിക്കുന്ന സങ്കീർണമായ സ്വഭാവത്തെ മാനിക്കുന്നതാണ്. അത് നന്ദിയുടെ പ്രതീകമാണ്. നന്മയ്ക്കും തിന്മയ്ക്കും അപ്പുറത്തേക്ക് നോക്കാനും ദേ എവിടെ നിന്ന് വന്നാലും അതിനെ അഭിനന്ദിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. ഈ ക്ഷേത്രം കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിന്റെ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. പുരാണകഥകൾ ദൈനംദിന ജീവിതവുമായി ഒത്തുചേരുന്നു. കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട കഥാപാത്രങ്ങൾ പോലും ബഹുമാനത്തിന്റെ സ്ഥാനം കണ്ടെത്തുന്നു.